ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനും അതുപോലെ തന്നെ ഗബ്രി ഇതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ ഇടയിലേക്ക് രതീഷ് വന്നു കയറി അവരുടെ സ്ട്രാറ്റജിയാണ് ഇത്, അവർ പ്രേമം നടിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുകയാണ്. അത് കേട്ടുകൊണ്ട് ജാസ്മിനെ ദേഷ്യം വരും. ദേഷ്യം വന്നിട്ട് ജാസ്മിൻ വായിൽ തോന്നിയതൊക്കെ രതീഷിനോട് പറയുകയാണ്, അല്ല ഞങ്ങൾ കാമുകരാണ്, അതാണ് ഇതാണ്, അത് നിങ്ങൾക്ക് എന്തുവാണ്, ഞങ്ങളുടെ സ്ട്രാറ്റജിയാണ്, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്നൊക്കെ പറയുന്നു. അപ്പം രതീഷ് പറയും, അതെ നിങ്ങളുടെ സ്ട്രാറ്റജി തന്നെയാണ്, ഗെയിമിംഗ് സ്ട്രാറ്റജി തന്നെയാണ്, എന്തായാലും ഇവിടെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾ ഇത് രണ്ടുപേരോട് ഒത്തുകളിച്ച് നിങ്ങൾ പ്രണയം നടിച്ചിട്ട് മുൻപോട്ട് പോകാനുള്ളതാണെന്ന് ഇവിടെ മനസ്സിലായെന്ന് പറയുന്നു. അപ്പം ജിൻഡോ പോലെ ഗബ്രിയോട് പറയും, നീ ഒരു പാവമാണ്. അപ്പം ഗബ്രി പറയും, ഒരിക്കലും അല്ല, ഞാനൊരു പാവമല്ല, ഞാനൊരു ക്രൂരനാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നാലും രതീഷ് അവിടെ നിന്ന് മെഴുകുകയാണ്, അവർ രണ്ടുപേരെ എടുത്തിട്ട് വാരുകയാണ്. അപ്പം ഇത് കേട്ടുകൊണ്ട് നല്ലതുപോലെ ദേഷ്യം വരുന്നുണ്ട് ജാസ്മിൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാലും ഇതുപോലെ ഒരു റൊമാൻറ്റിക് ഫീലിലാണ് എന്തായാലും നമ്മുടെ ഗബ്രി. പക്ഷേ ജാസ്മിന് താല്പര്യമുണ്ട്, പക്ഷേ കൂടുതലായിട്ട് സംസാരിക്കാൻ രതീഷ് ഉള്ളത് കൊണ്ട് പറ്റുന്നില്ല. അപ്പം എടുത്തെടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ ആങ്ങളെയും പെങ്ങളുമാണെന്ന്. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് ജാസ്മിന് ദേഷ്യം വരും. ഒരിക്കലും ആങ്ങളെയും പെങ്ങളും അല്ല, എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും അല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഫ്രണ്ടായാലും അല്ലെങ്കിലും തനിക്ക് എന്ത് വേണമെന്ന് ദേഷ്യപ്പെട്ട് ജാസ്മിൻ അവിടെ നിന്ന് എണീറ്റ് പോകുന്നതായിട്ട് കാണാം. അപ്പം അവരെ സമാധാനത്തോടെ സംസാരിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് രതീഷ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. എന്തായാലും അവർ തമ്മിൽ അവിടെ പൊരിഞ്ഞ സംസാരം നടക്കുന്നതിനിടയ്ക്ക് ജാസ്മിൻ പിണങ്ങി പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. തുടർന്ന് ലൈവ് അപ്ഡേറ്റ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.